ഒരു മല കണ്ടില്ല നമ്മുടെ മുന്നില്? ആ മലയുടെ പേരാണ് എന്ന് പറയുന്ന മല. കേൾക്കണില്ലേ? നമ്മുടെ മുന്നിൽ കാണുന്ന ഈ മല ഉണ്ടല്ലോ, ആ മലയുടെ പേരാണ് എന്നുള്ള മല. ഇടയ്ക്ക് എല്ലാ ദിവസം നാവ് അടിച്ചണം, അല്ലെങ്കിൽ പറയാൻ കഴിയും. എന്നാണ് പറയാ, അറബിയിൽ എന്നാണ് പറയാ. ഇതിന്റെ മുകളിൽ കയറി നിൽക്കുന്ന സന്ദർഭത്തില് കേൾക്കണേ, ഈ മലയുടെ മുകളിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കയറി നിൽക്കുമ്പോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ ആയുസ് പോലെയാണ്. സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. അപ്പൊ കുറെ സമുദായം, ഈസാ നബിയുടെ സമുദായം, മൂസാ നബിന്റെയും ആദ്യ നബി മുതൽ പല നബിമാരുടെയും കാലയളവ് കഴിഞ്ഞുപോയി. എന്റെ ഉമ്മത്തിന്റെ ആയുസ് എത്രയേ ഉള്ളൂ? സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുന്ന ഇതുപോലെയാണ് എന്റെ ഉമ്മത്തീങ്ങളുടെ ആയുസ്. എന്ന് പറഞ്ഞാൽ അവസാന കാലത്തിലുള്ള ആളുകളാണ് ആരിന്റെ ഉമ്മത്തീങ്ങൾ. കുറഞ്ഞ ആയുസ്സേ ഉള്ളൂ അവർക്ക്. അമാർ ഉമ്മത്തി മാബൈന സിത്തീന സബഈന നബി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തിന് വളരെ കുറഞ്ഞ ആയുസ് ഉണ്ടാകുക, ഒരു 60-70 അടിയിൽ, ഇത്രയേ ഉള്ളൂ നമ്മൾ ആയുസ്. എന്നല്ല, സമുദായത്തിന് മൊത്തത്തിൽ ഇനി ഖിയാമത്ത് നാളിലേക്ക് അടുക്കാൻ എന്തില്ല, കൂടുതൽ സമയം ഇല്ല എന്നറിയിക്കാൻ വേണ്ടി നബി പറഞ്ഞു, സൂര്യാസ്തമിക്കാനുള്ള സമയം പോലെയാണ് എന്റെ ഉമ്മത്തീങ്ങളുടെ അവസ്ഥ, കുറച്ചേ ഉള്ളൂ അവർക്ക് കാലം എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സ്ഥലത്തെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് വിശുദ്ധമായ സ്ഥലമാണ്. മുത്തുനബിയുടെ നാവ് കൊണ്ട് വിശുദ്ധമായ പർവ്വതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ പർവ്വതമാണ്, അല്ലെങ്കിൽ മലയാണ് ഖുഐഖിയാൻ എന്ന് പറയുന്ന ഈ പർവ്വതം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഘട്ടങ്ങളിൽ അതിന്റെ മുകളിൽ കയറിയതായി കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ സ്ഥലമാണെന്നും ഹറമാണെന്നും പരിശുദ്ധമാണെന്നും പ്രഖ്യാപിക്കുകയും അതിന്റെ മുകളിൽ വിവിധ ഘട്ടങ്ങളിൽ കയറുകയും ചെയ്ത ഒരു പർവ്വതമാണ് നമ്മളിപ്പോൾ കണ്ടത്.